നമസ്കാരം. ട്രാവൽ വിത്ത് അഞ്ജലി റോക്കാണ്. വ്യത്യസ്ത ക്ഷേത്രാനുഭവങ്ങളോട് സഞ്ചരിക്കുന്ന ഞാൻ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ ചിദംബരം നടരാജ ക്ഷേത്രത്തിലാണ്. ഞാൻ അവധി ദിവസം വന്നുകൊണ്ട് ക്ഷേത്രത്തിന് 4 നടകൾ ഉണ്ടായിരുന്നു. പാർക്കിംഗ് ഒക്കെ തിരക്കായിരുന്നു. ക്ഷേത്രത്തിന് പുറത്തുള്ള റോഡ് സൈഡിനോട് ചേർന്ന് തന്നെയാണ് ഇവർ പാർക്കിംഗ് ഒക്കെ ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ വടക്കേ നടയുടെ റോഡ് സൈഡിലാണ് എനിക്ക് വണ്ടി പാർക്ക് ചെയ്യേണ്ടി വന്നത്. അപ്പൊ ഇവിടെ വരുമ്പോ ഏത് നടയിൽ നിന്നാണ് വരുന്നതെന്ന് നോട്ട് ചെയ്യണം. കാരണം അത്ര ഏക്കർ കണക്കിനുള്ള ക്ഷേത്ര പരിസരമാണ് ഉള്ളിലുള്ളത്. അപ്പൊ വന്ന വഴി മറക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ തഞ്ചാവൂർ കുംഭകോണം യാത്രയിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു ക്ഷേത്രമാണിത്. ക്ഷേത്ര പൂജാ സമയവും പ്രത്യേകതകളും ചിദംബര രഹസ്യവുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. തില്ലൈ നടരാജ ക്ഷേത്രം എന്നും വിളിക്കുന്ന നൃത്തത്തിന്റെ പ്രഭുവായ ശിവന്റെ രൂപമായ നടരാജന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് കേട്ടോ ഇത്. ക്ഷേത്രത്തിൽ തന്നെ ഒരുപാട് ഉപക്ഷേത്രങ്ങളുണ്ട്. പുറത്തും അകത്തൊക്കെ ആയിട്ട് 4 ഗോപുരങ്ങളുണ്ട്. അതായത് 4 നടകളുണ്ട്. നമുക്ക് ഇവിടെ വന്ന് കാണാൻ സാധിക്കും. ഞാൻ വടക്കേ നടയുടെ അതിൽ കൂടെയാണ് വന്നത്. ചിദംബരം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ചിത്ത് പിന്നെ അമ്പലവും കൂടി ചേർന്നൊരു വാക്ക്. അതായത് ചിത്ത് എന്ന് പറഞ്ഞ മനസ്സിനെ അല്ലെങ്കിൽ ഹൃദയത്തെ ആകാശം പോലെ വിശാലമാക്കുന്ന ജ്ഞാനം എന്ന് പറയാം. മനസ്സിനെ ആനന്ദപൂർണ്ണാക്കുന്ന ക്ഷേത്രം എന്ന അർത്ഥം വരും. 64 സന്യാസിമാർ പാടിപ്പോഴ്ത്തിയ ചിദംബരം പാടിപ്പോഴ്ത്തിയ ഒരു ക്ഷേത്രം. അപ്പൊ ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപുരം വഴി കടന്നു 4 ഗോപുരങ്ങളുണ്ട്. അപ്പൊ ഏത് നടയിലൂടെ വരുന്നെങ്കിൽ ആ നടയിലൂടെ തന്നെ പോവാൻ നോക്കുക. തിള്ളൈ വനം എന്നാണ് ഈ സ്ഥലം പണ്ട് അറിയപ്പെട്ടിരുന്നത്. ഇന്ന് പക്ഷേ തിള്ളൈ വനം എന്ന് പറയുമ്പോൾ തില്ലൈ മരങ്ങൾ നിറഞ്ഞൊരു വനം. അത് പക്ഷെ ഇന്ന് കാണാൻ സാധിക്കില്ല കേട്ടോ. മഹാദേവന്റെ പ്രിയപ്പെട്ട സ്ഥലമാണ് ഈ തില്ലൈ വനം എന്ന് പറയുന്നത്. അപ്പൊ കമലഹാസന്റെ ദശാവതാരം എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമയുണ്ടായിരുന്നു. അതിന്റെ തുടക്കത്തില് ഈ മരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടുത്തെ ചിദംബര ശിവലിംഗത്തിന് രൂപഭേദങ്ങൾ ഒന്നുമില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. രൂപഭേദം ഇല്ലാത്ത ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഭാവങ്ങളിലും ആനന്ദ നൃത്തമാടുന്ന ശിവനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇത് ആദ്യമേ തന്നെയുള്ള വടക്കേ നടയിലൂടെ വന്നപ്പോൾ ആദ്യം എനിക്ക് കാണാൻ സാധിച്ചൊരു അമ്മൻ കോവിലാണുള്ളത്. പുറത്താണുള്ളത് ക്ഷേത്രത്തിന്റെ. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഇത് ക്ഷേത്രത്തിന്റെ അവിടെ വരുന്ന ഒരു ജലാശയം കണ്ടില്ലേ, ഇതാണ് ശിവഗംഗ ടാങ്ക് എന്ന് പറയുന്നത്. പവിത്രമായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റില്ല, പുറത്തുനിന്നാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതാണ് വടക്കേ ഗോപുരത്തിന്റെ ആ നടയാണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാല് എല്ലാ ഭാവങ്ങളിലും ആനന്ദ നൃത്തമാടുന്ന ശിവനെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഒരു കയ്യിൽ ഗമരു എന്ന് പറഞ്ഞ സൃഷ്ടിയുടെ, അതായത് ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നു. മറുകൈയിൽ അഗ്നി, അതായത് സംഹാരഭാവം. സംഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാത്തയെ നശിപ്പിക്കുന്നു എന്ന അർത്ഥം ഉണ്ടോ. ഇവിടുത്തെ പ്രധാന ശ്രീകോവില് കയറുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഉള്ളിലോട്ട് കയറുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഉള്ളിലും ഒരുപാട് നമുക്ക് ഉപക്ഷേത്രങ്ങൾ കാണാൻ സാധിക്കും. നടയുടെ ഏറ്റവും അടുത്ത്, അതായത് പുറത്ത്, നടയുടെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. അതായത് പുറത്തു നിന്ന് കാണുന്നതോടൊപ്പം തന്നെ മുകളിൽ ഒരു ചെറിയൊരു മണ്ഡപം കാണാം. അങ്ങോട്ട് കയറിയാൽ മാത്രമാണ് കൃത്യമായിട്ട് നമുക്ക് ആ ഒരു നടരാജനെ കാണാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിന്റെ കാര്യങ്ങളോട്ട് പോകുന്ന മുന്നേ ഈ പോകുന്ന വഴി തന്നെ മറ്റൊരു ക്ഷേത്രമാണ് ഈ സൂര്യക്ഷേത്രം. 3 കൈയുള്ള ഒരു സൂര്യ ഭഗവാനാണ് ഇവിടെ. ഒരുപാട് തൂണുകളിൽ ചിത്രപ്പണികൾ കാണാം. ചിലത് പഴകിയത് കാണാം, ചിലത് പുതിയതായിട്ട് വരച്ചത്. ആ ചിത്രപ്പണികളൊക്കെ എന്ത് മനോഹരാണെന്ന് നോക്കി. ഒരുപാട് തൂണുകൾ, അതിന് ചുറ്റും ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ക്ഷേത്രമുണ്ട്. അമ്മൻ ക്ഷേത്രം കണ്ടു, നമ്മൾ സൂര്യഭഗവാന്റെ ക്ഷേത്രം കണ്ടു. ഒരുപാട് വിനായക ക്ഷേത്രമുണ്ട്, ചിത്രഗുപ്തന്റെ ക്ഷേത്രമുണ്ട്. അങ്ങനെ ഒരുപാട് പുറത്തും അകത്തായിട്ട് എന്താ പറയാ, എണ്ണിയാൽ ഒതുങ്ങാത്ത ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. അത്രയും ക്ഷേത്രങ്ങളുണ്ട്. അപ്പൊ ക്ഷേത്രം മൊത്തം ദർശിച്ചു വരണമെങ്കിൽ ഒരു 2 മണിക്കൂർ സമയം പിടിക്കും, പ്രത്യേകിച്ച് അവധി ദിവസങ്ങളൊക്കെയാണ് വരണമെങ്കിൽ. ഇനി നമുക്ക് ക്ഷേത്രത്തിന്റെ ഉള്ളിലോട്ട് പോകുന്ന വിശേഷങ്ങൾ പറയാം. പുറത്തുനിന്ന് കാണുന്നതോടൊപ്പം തന്നെ മുകളിൽ ഒരു മണ്ഡപം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ശ്രീകോവിലിന്റെ അവിടെ. അപ്പൊ അത് കൃത്യമായിട്ട് കാണണമെങ്കിൽ ചെറിയ മണ്ഡപത്തിന്റെ അവിടെ പോയിട്ട് അവിടെ വലതു ഭാഗത്ത് പൂജാരികൾ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അവരുടെ ഇത് ശിലാലിംഗങ്ങളാട്ടോ അന്നത്തെ രാജാക്കന്മാരുടെ കാണുന്നത്. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് 100 രൂപയുടെ ഒരു ടോക്കൺ വാങ്ങണം. ബിസിനസ് ആണോ എന്നറിയില്ല, എന്നിരുന്നാലും അതെനിക്ക് ആവശ്യമാണെന്ന് തോന്നി. കാരണം അത്രയും ചെറിയ മണ്ഡപമാണ് ശ്രീകോവിലിന്റെ. ഇതല്ല പ്രധാന ശ്രീകോവിലോട്ട് കയറുന്ന ഭാഗം, അത് ഞാൻ പറയാം. അപ്പൊ ഈ ശ്രീകോവിലിന്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ അതെനിക്ക് ആവശ്യമാണെന്ന് തോന്നി. ചെറിയ മണ്ഡപമാണ് ഉള്ളത്, ഒരുപാട് ആളുകൾക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ടോക്കൺ എടുക്കാൻ നോക്കാം. ഇതാണ് പ്രധാന ക്ഷേത്രത്തിലോട്ട് കയറുന്ന ഭാഗം. ഈ ക്ഷേത്രത്തിന്റെ ആ ഭാഗത്തോട്ട് പോകുന്ന വഴിക്ക് ഒരുപാട് ചിത്രപ്പണികളൊക്കെ മുകളിൽ വരച്ചു. ഇത് എങ്ങനെ വരച്ചു എന്നുള്ളത് ഇപ്പോഴൊരു ചോദ്യചിഹ്നമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഇതാണ് കിഴക്കേ നടയുടെ ഭാഗം. കിഴക്കേ നടയുടെ ഭാഗത്താണ് ഈ
ഈ പ്രധാന ക്ഷേത്രത്തിലോട്ട് പോകുന്ന ഈ ഭാഗം ഉള്ളത്. വേറെ നടയിലും കയറാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രധാന ശിവക്ഷേത്രം കാണാൻ പറ്റും. അതിനടുത്ത് തന്നെ ഒരുപാട് ഉപക്ഷേത്രങ്ങൾ ഉള്ളിലും കാണാൻ പറ്റും. ഉള്ളിൽ കയറുമ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്ന് തൊഴാൻ പറ്റുമെങ്കിലും മനസ്സിലാവില്ല. അപ്പോൾ ഈ ഒരു ചെറിയൊരു മണ്ഡപത്തിൽ കയറാനായിട്ട് ടോക്കൺ എടുത്ത് അവിടുത്തെ പൂജാരിമാരുടെ തന്നെ ടോക്കൺ എടുത്ത് കയറാം. പിന്നെ 6 പൂജകളുണ്ട്. അതായത് രാവിലെ 6 മണിക്ക്, 10 മണിക്ക്, 12 മണിക്ക്, പിന്നെ വൈകിട്ട് 3 നേരം ഉണ്ട്. ഇതിൽ രാവിലെ 10 മുതൽ 12 വരെയുള്ള സമയത്ത് വരാൻ നോക്കുക. കാരണം ആ സമയത്ത് തൊഴുന്നതാണ് ഏറ്റവും ഉത്തമം. തെളിഞ്ഞു നിൽക്കുന്ന ജ്യോതിർലിംഗം നിങ്ങൾക്ക് ഇവിടെ ദർശിക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലെ 108 മുദ്രകളും ക്ഷേത്ര ചുവരിലെ കൊത്തുപണികളിൽ പ്രദർശിപ്പിച്ചതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഈ കിഴക്കേ ഗോപുരം എന്ന് പറഞ്ഞല്ലോ, നമ്മൾ ലാസ്റ്റ് കാണിച്ച പ്രധാന നടയിലോട്ട് കയറുന്ന കിഴക്കേ ഗോപുരം എന്ന് പറയുന്നത് ചോള രാജവംശ കാലത്തായിരുന്നു നിർമ്മിച്ചത്. പഞ്ചഭൂത ക്ഷേത്രമായിട്ടാണ് ഈ ക്ഷേത്രത്തെ കാണുന്നത്. ചോള രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു ഈ ചിദംബരനാഥ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്ന നടരാജ ക്ഷേത്രം. അവരുടെ തന്നെ മനോഹരമായി സൃഷ്ടിയായ തഞ്ചാവൂർ ക്ഷേത്രത്തെ പറ്റി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് പിന്നീട് അവർ നിർമ്മിച്ചതാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കാണാത്തവർ കാണാം. തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ നിന്ന് ഒരു 1.25 മണിക്കൂറുള്ള ഈ ക്ഷേത്രത്തിലോട്ട് തീർച്ചയായിട്ടും ഒറ്റ ട്രിപ്പിൽ തഞ്ചാവൂർ, കുംഭകോണം, പിന്നെ ഈ ചിദംബരം ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുംഭകോണത്തിന്റെ വിശേഷങ്ങൾ ഞാൻ ഇട്ടിട്ടില്ല, അതിന്റെ വീഡിയോ ഇടുന്നതായിരിക്കും. ഇത് ക്ഷേത്രത്തിന്റെ മറ്റൊരു കവാടാണ്. അവിടെ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന ഒരു ദൃശ്യമാണ്. ഇതിന്റെ പുറത്തന്നെ ഒരുപാട് വേറെ ഉപക്ഷേത്രങ്ങളുണ്ട്. അപ്പൊ തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ മഹാദേവന് അവകാശപ്പെട്ടതാണെന്നാണ് ചോള രാജവംശക്കാർ വിശ്വസിച്ചിരുന്നത്. തമിഴ്നാട്ടിലെ പ്രധാന ശിവക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയവരാണ് ഈ ചോള രാജവംശം. തമിഴ്നാട് എന്നാൽ തന്നെ അർത്ഥത്തിൽ സദാശിവം ഭജിക്കുന്നു എന്നുകൂടി അർത്ഥം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലായിടത്തും രാജാക്കന്മാരെ ശിലകളിലും ശില്പങ്ങളിലും ഒക്കെ ആരാധിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് മറ്റൊരു നടയാണ്. നമ്മൾ കാണുന്നത് മറ്റൊരു നടയാണ്. ക്ഷേത്രത്തിലെ 64 തൂണുകൾ, 64 ശൈവ സന്യാസികൾ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പുറത്തന്നെ ഈ പുറത്തുള്ള ഭാഗത്ത് തന്നെ ഈ വിനായകന്റെ ക്ഷേത്രമുണ്ട്. ഈ വിനായക ക്ഷേത്രത്തിൽ വിനായകനെ വണങ്ങിയിട്ട് വേണം ക്ഷേത്രത്തിൽ കയറാനെന്ന് പറയാം. പിന്നെ പുറത്ത് ചിത്രഗുപ്തന്റെ ക്ഷേത്രമുണ്ട്. അതായത് മരണമോചിതനാന്ന് പറയുന്നു. മരണ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മരണത്തിൽ നിന്നൊരു മുക്തി കിട്ടും, അല്ലെങ്കിൽ ആ ഒരു ഇത് കിട്ടുന്നതാണ് ഇവിടുത്തെ ഒരു വിശ്വാസം ഉള്ളത്. പിന്നെ ദക്ഷിണാമൂർത്തിയുടെ ക്ഷേത്രമുണ്ട്. ഭാരത സംസ്കാരത്തിന്റെ തന്നെ പ്രധാന ആളായിട്ടാണ് ദക്ഷിണാമൂർത്തിയെ കണക്കാക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ മറ്റ് പ്രത്യേകതകൾ ഉള്ളത്. ഇന്ത്യയിലെ ശൈവ ക്ഷേത്രങ്ങളിൽ പ്രധാന ക്ഷേത്രമായിട്ടാണ് ഈ ക്ഷേത്രത്തെ കാണുന്നത്. ശിവരാത്രിയിലെ നൃത്തസന്ധ്യ മറ്റൊരു പ്രധാന ഉത്സവമാട്ടോ ഇവിടെ. പിന്നെ ഇതിന് ഐതിഹ്യം എന്ന് പറയുന്നത് ശിവൻ ഒരു നർത്തകനായ ഭിക്ഷക്കാരന്റെ രൂപത്തിൽ പുരാണ വനത്തിൽ ഋഷിമാരെ സന്ദർശിക്കുകയാണ്. പക്ഷെ ശിവന്റെ രൂപം ഇഷ്ടപ്പെടാത്ത മുനിമാർ ഒടുവിൽ ഒരു അസുരനെ സൃഷ്ടിക്കുന്നു. അസുരന്മാരുടെ ആയിട്ടുള്ള യുദ്ധത്തില് ഈ കോപാകുലനായ ശിവൻ താണ്ഡവ നൃത്തമാടി ശിവനെ വധിക്കുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ മോഹിനി ഭാവത്തിൽ വിഷ്ണു വന്നിട്ടുണ്ടായിരുന്നു. ശിവന്റെ ഈ നൃത്തം കണ്ടു. ഒടുവില് സന്യാസിമാരും മാപ്പൊക്കെ പറഞ്ഞ് ശിവന്റെ ആരാധകരായിട്ട് മാറുന്നു. ഈ നൃത്തം ഇവിടുത്തെ ഈ സ്ഥലമുള്ള തില്ലൈ വനത്തിലാണ് ഈ നൃത്തം ഉണ്ടായത്. അപ്പൊ മഹാവിഷ്ണുവിന് അത് വീണ്ടും കാണാനൊക്കെ ആയിട്ട് തോന്നി. വിഷ്ണുവിന്റെ ഭാഗമായ പതഞ്ജലി മഹർഷിയും വ്യാക്രപാത എന്ന പേരുള്ള മറ്റൊരു മഹർഷിയും പിന്നീട് ഇത് വീണ്ടും കാണാനായിട്ട് ഈ തില്ലൈ വനത്തിലെത്തുന്നു. ഒരു ശിവലിംഗം സ്ഥാപിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈ മറ്റേ പ്രധാന ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ ഭാഗമാട്ടോ ഒരു സ്വർണ്ണ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇത് വിനായക ക്ഷേത്രം അവിടെ കാണാം, ചിത്രഗുപ്തന്റെ ക്ഷേത്രം കാണാം, ദക്ഷിണാമൂർത്തിയുടെ ക്ഷേത്രമൊക്കെ ഈ ഭാഗത്ത് കാണാൻ പറ്റുണ്ടോ. ഇതാണ് മറ്റൊരു തെക്ക് ഭാഗമായിട്ട് വരും. അങ്ങനെ 4 വശങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഐതിഹ്യത്തിലോട്ട് പോവാം. ഈ തില്ലൈ വനത്തിൽ വെച്ചിട്ടാണ് ഇവർ കാണാൻ വരുന്നത്. അങ്ങനെ ശിവൻ ഇവരിൽ സംപ്രീതരായിട്ട് അവിടെ നൃത്തമാടുന്നു. പിന്നെ മറ്റൊരു ഐതിഹ്യം എന്ന് പറയുന്നത് അതായത് പണ്ട് ശിവനും പാർവതിയും തമ്മിലൊരു മത്സരം ഉണ്ടാവുന്നു. ആരാണ് കൂടുതൽ നന്നായി നൃത്തം ചെയ്യുക. അപ്പൊ മക്കളായ ഗണേശനോടും മുരുകനോടും പറയുന്നു. എന്നാൽ അവർ വിലയിരുത്തിയിട്ട് സമ്മാനം കൊടുത്ത്, അതായത് വിലയിരുത്തി അംഗീകരിച്ചത് പാർവതിയാണ്. എന്നാൽ ഇതിൽ ശിവന് സംതൃപ്തി പോരാണ്ട് ബ്രഹ്മാവ് വിധിക്കണം എന്ന് പറഞ്ഞ് വീണ്ടും ഇവിടുത്തെ തില്ലൈ വനത്തിൽ വീണ്ടും നൃത്തമാടാൻ വന്നു. അപ്പൊ ശിവൻ തന്റെ കാലുകളെ കൊണ്ട് ചെവിയിൽ ധരിക്കുന്ന ഒരു അടവൊക്കെ എടുത്ത് ആ നൃത്തം മനോഹരാക്കി തീർത്തു. ഇതിൽ പരാജിതയായ പാർവതി കോപാകുലയായിട്ട് തില്ലൈ കാളിയായിട്ട് മാറാണ്. ആ ക്ഷേത്രം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. തില്ലൈ കാളി ക്ഷേത്രം ഇവിടെയുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ആ ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും. അതിന് പുറത്തായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്.
പിന്നെ ക്ഷേത്രത്തിന്റെ മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് അടുത്തുള്ള വിമാനത്താവളം പോണ്ടിച്ചേരിയാണ്, 60 കിലോമീറ്റർ ആണ്. തമിഴ്നാട് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ട്, അടുത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും കാണേണ്ട ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ക്ഷേത്രങ്ങളാണ് ഈ തഞ്ചാവൂർ ക്ഷേത്രം, ചിദംബരം നടരാജസ്വാമി ക്ഷേത്രം. ഏറ്റവും വലിയൊരു ക്ഷേത്ര പരിസരം കൊണ്ട് വലുത് ഈ ചിദംബരം നടരാജസ്വാമി ക്ഷേത്രം തന്നെയാണ്. ഒരുപാട് ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഉറങ്ങിക്കിടക്കുന്ന ക്ഷേത്രങ്ങളാണിത്. കുംഭകോണത്തും ക്ഷേത്രങ്ങളുണ്ട്, അത് ഞാൻ ഉടനെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ചോള രാജവംശത്തിന്റെ മനോഹര സൃഷ്ടികളായ തഞ്ചാവൂർ ക്ഷേത്രവും ചിദംബര സ്വാമി ക്ഷേത്രം കണ്ട് മനസ്സ് നിറഞ്ഞത് ഞാൻ പോകുന്നത് പിന്നീട് പോയത് കുംഭകോണത്തെ ക്ഷേത്രങ്ങളിലോട്ടാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക, കമന്റ് ചെയ്യുക. അപ്പോ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. ഇനി പ്രധാനമായിട്ട് ചിദംബര രഹസ്യം എന്താന്ന് പറയാം. ചിദംബരത്തിലെ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചിദംബര രഹസ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ശ്രീകോവിൽ ഉണ്ടല്ലോ, അവിടെ ഇടയ്ക്കിടയ്ക്ക് പൂജാരി തിരശീല ഇടും. ആ തിരശീല തുറക്കുമ്പോൾ നമുക്ക് പൊന്നിനാൽ തീർത്ത ദീപപ്രഭയിലുള്ള കൂവളലകൾ കാണാം. അതാണ് ചിദംബര രഹസ്യം എന്ന് പറയുന്നത്. അത്രത്തോളം തന്നെ പ്രധാനമാണ് ഇവിടുത്തെ ഐതിഹ്യങ്ങളും ചിദംബര നടരാജന്റെ ഓരോ ഭാവങ്ങളും അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. ഇതാണ് ചിദംബര രഹസ്യം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇവിടുത്തെ നടരാജന്റെ കഥകളും നടരാജൻ ആടിയ നൃത്തവും. ഈ ചിദംബരത്തിന്റെ സാത്വികഭാവം എന്താണ്, ചിദംബരം ക്ഷേത്രം നമുക്ക് പങ്കുവെക്കുന്ന ഒരു മൂല്യം അല്ലെങ്കിൽ ഒരു വസ്തുത എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഹൃദയത്തിനെ നമ്മൾ വിശാലാക്കണം, ഒരു ആകാശം പോലെ വിശാലാക്കണം എന്നുള്ളൊരു ഭാവമാണ് ഓരോ ഭക്തനും ഈ നടരാജൻ നമുക്ക് തരുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ ചിദംബര രഹസ്യം. എല്ലാവർക്കും ശുഭദിനം.